നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. തിരുവനന്തപുരം മുഴുവൻ സ്ത്രീകൾ കൈയടക്കിയിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ. റോഡിൻ്റെ സൈഡിൽ മുഴുവൻ ഈ അടുപ്പ് കൂട്ടാനുള്ള കല്ലുകൾ പേരൊക്കെ എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ച് കയറൊക്കെ കെട്ടി റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള വഴിയിലൊന്നും കയറാൻ പറ്റില്ല. കാറിന് രണ്ട് സൈഡിലും കല്ലുകളാണ്. അപ്പോൾ ഒരു സ്കൂട്ടറിന് വേണമെങ്കിൽ തട്ടാതെ പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മകൻ പറഞ്ഞു, അച്ഛാ സൂക്ഷിക്കണം, ഈ പൊങ്കാലിടാൻ കൊണ്ട് വെച്ചിരിക്കുന്ന കല്ലൊന്നും കൊണ്ട് കയറ്റരുത്, ആളുകൾ അടിച്ച് റൊട്ടിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. മംഗളം പൂട്ടിപ്പോയെങ്കിലും മംഗളത്തിൻ്റെ ഓഫീസിൽ ഇട്ടിട്ട് നട്ട് വെയിലത്ത് വേർത്ത് കുളിച്ച് വന്നിരുന്നാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ശരിക്കും ടയേർഡായി എന്ന് പറയാം. കാരണം നമ്മൾ ഒന്നാമത് ഒരുപാട് നടക്കലൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഈ മുട്ടം വെയിലത്ത്. അങ്ങനെ മംഗളത്തിൽ കൊണ്ടുവന്ന് കാറിട്ടിട്ട് നടന്ന് വേർത്ത് കുളിച്ച് വന്നിരുന്നാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മരണത്തിലേക്ക് അടുക്കുന്ന, ഗ്രാജുവലായിട്ട് മരണത്തിലേക്ക് അടുക്കുന്ന കുറച്ച് പേരെ കാണേണ്ടി വന്ന ഹതഭാഗ്യനാണ് ഞാൻ. മരിച്ചവരെ എനിക്ക് പേടിയില്ല, പക്ഷേ മരണത്തിലേക്ക് അടുക്കുന്നവരെ ഒന്ന് കാണാൻ വല്ലാത്ത ഭയവും സങ്കടവും ഉള്ള ആളാണ് ഞാൻ. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവസാന ശ്വാസത്തിന് വേണ്ടി കൊതിച്ച് ശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെടുന്നതൊന്നും എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റില്ല. എൻ്റെ ബന്ധുക്കളോ പരിചയക്കാരോ ആശുപത്രിയിലെ മരണത്തോട് മല്ലടിക്കുന്ന ഒരാളെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ ആശുപത്രിയുടെ പുറത്ത് നിന്നിട്ട് സിന്ധുവിനെയും അച്ഛനെയും അകത്തേക്ക് കയറ്റി വിടും. പോയി കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ കിടപ്പെന്നൊക്കെ നോക്കിയിട്ട് വാന്ന് പറഞ്ഞ് പറഞ്ഞു വിടും. അത് അത്ര മനക്കെട്ടിയേ എനിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ആടിനെയോ മാടിനെയോ കൊന്നു കെട്ടിത്തൂക്കിയിരിക്കുന്ന പോലും കാണാൻ പറ്റില്ല. അതിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ചോര ഇങ്ങനെ വീഴുന്നത് കണ്ടാൽ പിന്നെ ഞാൻ ഒരാഴ്ച ഉറങ്ങില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ശാന്തിവിളി താമസിക്കുമ്പോൾ റംസാൻ പോലെ ക്രിസ്മസ് പോലെ ഇറച്ചികൾ ഒരുപാട് ഉപയോഗിക്കുന്ന കാലത്ത് കാരക്കാമണ്ഡപം എന്ന് പറഞ്ഞ പ്രശസ്തമായൊരു സ്ഥലമുണ്ട്. കാരക്കാമണ്ഡപം, പഴയ കാരക്കാമണ്ഡപം, വെള്ളായണി ജംഗ്ഷൻ, ഈ 3 ജംഗ്ഷനിലും മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇറച്ചി കച്ചവടവും കൂടുതലാണ്. വൈകുന്നേരം ആകുമ്പോൾ തന്നെ എന്നെ ചുപോലെ നെടുന്ന് കടകൾ കെട്ടിയുണ്ടാക്കി അതിലിങ്ങനെ ഇറച്ചികളെ കെട്ടിത്തൂക്കും. അതിൽ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് ഉരിച്ച് കെട്ടിത്തൂക്കിയിട്ട് അടുത്ത് കൊല്ലാനുള്ള ആട്ടിൻകുട്ടിയെ ആ പുളിയുടെ കുറ്റിയുടെ താഴെ കെട്ടിയിടും. അതിനും എല്ലാം അറിയാവുന്നതല്ലേ. അതിങ്ങനെ നോക്കും, എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്, എന്നിട്ട് എൻ്റെ തലയെടുത്ത് അവിടെ വച്ചേക്കും. ക്രൂരമാണ് ആ കാഴ്ച എന്ന് ഞാൻ ഒരുപാട് എപ്പിസോഡിൽ പറഞ്ഞു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ആ ദിവസങ്ങളിൽ കൈമനം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിഞ്ഞ് കരുമം വഴി, എടഗ്രാമം വഴി, മേലാങ്കോട് വഴി കറങ്ങി എത്രയോ കിലോമീറ്റർ കൂടുതൽ കറങ്ങിയാണ് ഞാൻ ശാന്തിവിള പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്കിത് കാണാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പൊങ്കാലയാകുമ്പോൾ പിന്നെ അതൊന്നും അല്ലല്ലോ, ശബ്ദ കഠോരമാണ്. എല്ലായിടത്തും മൈക്കൊക്കെ വെച്ച് കെട്ടി, ബോക്സുകളൊക്കെ വെച്ച് കെട്ടി, ഭയങ്കര ബഹളം റോഡിൽ. എന്നാലും നമ്മളുടെ എപ്പിസോഡ് ബുധനാഴ്ചത്തത് മുടങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നട്ടുച്ചയ്ക്ക് വന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് മരണത്തിലേക്ക് അടുത്ത, അല്ലെങ്കിൽ ഞാൻ കണ്ട ചില മുഖങ്ങളെക്കുറിച്ചാണ്. ഗ്രാജുവലായിട്ട് മരണത്തിലേക്ക് അടുത്ത എൻ്റെ അമ്മയാണ് എന്നെ ഏറ്റവും അധികം നോവിച്ച ഒന്നാമത്തെ ആൾ. ഒരു നാൾ അമ്മ എൻ്റെ അനുജൻ്റെ വീട്ടിൽ പോയിട്ട്, അനുജൻ ആത്മഹത്യ ചെയ്തല്ലോ, അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അപ്പോൾ അവിടെ പോയി 2-3 ദിവസം നിന്നിട്ട് എന്നെ വിളിച്ച് പറയും. ഞാൻ ഫ്രീ ആണെങ്കിൽ കാറും കൊണ്ട് ചെല്ലും, ഇല്ലെങ്കിൽ നമുക്ക് സ്ഥിരം ഒരു ആട്ടോയുണ്ട്, ആ ആട്ടോക്കാരൻ ചെന്നാണ് അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടാക്കാൻ പോയാലും തിരിച്ചുകൊണ്ട് വരുമ്പോഴും ശാന്തിവിളയിൽ നിർത്താൻ പറഞ്ഞാൽ നിർത്തരുത്. കാരണം അമ്മ സുഹൃത്തുക്കളെ കാണാനൊക്കെ നിർത്താൻ പറയും. നിർത്തരുത്, അവിടുന്ന് കയറ്റിയാൽ നേരെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടാക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു നാൾ അനുജൻ്റെ വീട്ടിൽ പോയി.
അനുജനില്ലാത്ത അനുജൻ്റെ വീട്ടിൽ. അവിടെ പോയിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസങ്ങളിൽ പതിവിന് വിപരീതമായി നേരത്തെ അമ്മ വിളിച്ചു, എടാ വണ്ടി അയക്കടാ എനിക്ക് വരാൻ എന്ന് പറഞ്ഞു. അതെന്ത് ഇന്നലെ പോയിട്ട് ഇന്ന് വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വണ്ടി അയച്ചു. വണ്ടി വീട്ടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അമ്മ പോകുമ്പോൾ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുമല്ലോ, ആ ഡ്രസ്സുകളൊക്കെ ഉള്ള കവറോ ഒന്നും എടുക്കാതെ അതൊക്കെ ആട്ടയിൽ വെച്ചിട്ട് തന്നെ അമ്മ ഇറങ്ങി ധൃതിയിൽ വീട്ടിൻ്റെ മേളിൽ ഇറങ്ങിപ്പോയി. ഇതെന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ ആട്ടോക്കാരൻ്റെ ശമ്പളം കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ ആ ബാഗുകളൊക്കെ എടുത്തു. അപ്പോൾ എന്നോട് ആട്ടോക്കാരൻ പറഞ്ഞു, ദിനേശ് ചേട്ടാ ഇനി അമ്മ അങ്ങോട്ട് അയക്കരുതേ. എന്നിട്ട് എന്ത് അതെനിക്കറിയില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ആട്ടോയിൽ കയറിയത് മുതൽ ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ അമ്മ കരയുകയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ മുഖമൊക്കെ തുടച്ചാണ് ഫ്രഷായിട്ട് ഇറങ്ങിപ്പോയത്. ഇനി അയക്കരുത്. അതെന്നെ വല്ലാതെ നോവിച്ചു. അത് ഞാൻ ഓടിപ്പോയി അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഒന്നുമില്ല. പിന്നെ എന്തിനാ അമ്മ ആട്ടോ ഇരുന്ന് കരഞ്ഞെന്നൊക്കെ ഞാൻ ചോദിച്ചു. അത് ഞാൻ പറയാം. അമ്മ പക്ഷെ മരണം വരെയും എന്താണ് കാരണമെന്ന് എൻ്റെ പറഞ്ഞില്ല. എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്താണ് കാരണമെന്ന്. നിങ്ങളുടെ മകനില്ലാത്ത ഈ വീട്ടിൽ നിങ്ങൾ ഇനി എന്തിനാ അധികാരം സ്ഥാപിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു കാണും. അനുജനും അനുജൻ്റെ മകൾക്കും വേണ്ടി ജീവിച്ച അമ്മയാണ് പാവം. അമ്മ വീട്ടിൽ വന്ന ശേഷം പത്രം വായന നിർത്തി, പുസ്തകം വായന നിർത്തി. സദാസമയം കട്ടിൽ കിടക്കും. 4 നേരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന അമ്മ അത് 3 ആക്കി. 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന അമ്മ അത് 2 ആക്കി. ഞാൻ അമ്മയെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഷുഗർ, കൊളസ്ട്രോൾ, BP എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഒന്നുമില്ല, ഒരു അസുഖവുമില്ല അമ്മയ്ക്ക്. പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ അമ്മ മാനസികമായി വലിയ വേദന അനുഭവിക്കുന്നു, അതാണ് പ്രശ്നം, അല്ലാതെ അമ്മയ്ക്ക് വേറെ ഒരു അസുഖവും അമ്മയ്ക്കില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ താങ്കൾ ചോദിച്ച് അതിന് പ്രതിവിധി കാണും. 6 മാസം ആഹാരം കഴിച്ചില്ലെങ്കിലും, അരി ആഹാരം കഴിച്ചില്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു പൗഡർ ഞാൻ എഴുതാം. ഇൻഷുറെന്നോ എന്തോ പറഞ്ഞൊരു പൊടിയാണ്, ഇത്തിരി കോസ്റ്റ്ലിയായ ഒരു പൊടി. ഇതൊരു 2-3 പ്രാവശ്യം പാലിൽ കലക്കി കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. 6 മാസം അരി ആഹാരം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ശരീരത്തിന് കിട്ടേണ്ട എല്ലാ ധാതു ലവണങ്ങളും കിട്ടും. ഗ്രാജുവലായിട്ട് മരണത്തിലേക്ക് അമ്മ പോവുകയായിരുന്നു എന്ന് ഞാൻ പറയും. മാനസികമായ തളർച്ചയാണ് എൻ്റെ അമ്മയെ അകാലത്തിൽ പറഞ്ഞു വിട്ടത്. അമ്മ ആർക്ക് വേണ്ടി ജീവിച്ചോ അവർ തന്നെ എൻ്റെ അമ്മയെ തകർത്തതോർത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മകയിരം നാളായിരുന്നു. അമ്മ ഈ ലോകം വിട്ടുപോയ നാൾ മകയിരം. ഹിന്ദു ആചാരപ്രകാരം ഏത് നാളിലാണോ വിട പറയുന്നതാണ് മരണ ദിവസം. എൻ്റെ അമ്മ ഈ ലോകം വിട്ടു പോയിട്ട് 8 വർഷം തികഞ്ഞു ഈ കഴിഞ്ഞ വ്യാഴാഴ്ച. 1.5 വർഷക്കാലം സൗദിയിൽ ജോലി ചെയ്തിട്ട് മടുത്ത്, അച്ഛാ ഇത് ജയിലിൽ കിടക്കും പോലെയാണ്, ഞാനങ്ങ് വരികയാണെന്ന് പറഞ്ഞ് പോന്നവൻ. അങ്ങനെ പണി അവസാനിപ്പിച്ചു വന്ന മകൻ പറഞ്ഞു, അച്ഛാ നമുക്ക് അമ്മമ്മയ്ക്ക് ബലിയിടാൻ വർക്കലയിൽ പോവാം. മരിച്ചവർ ഓർമ്മകൾ തന്നിട്ടങ്ങ് പോയി. ആ വിശ്വാസക്കാരനാണ് ഞാനെങ്കിലും എതിർപ്പൊന്നും പറയാതെ, അതിനെന്താ നമുക്ക് പോവാം, നാളെ രാവിലെ പോവാം, അതിരാവിലെ പോകാം. അപ്പോൾ എൻ്റെ മോൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളില്ലാതിരുന്ന് കിട്ടിയ മോനാണ്. അവനെ ശാന്തമ്മ മാത്യു എന്ന് പറഞ്ഞ ഒരു പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റായിരുന്നു സിന്ധുവിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. 5-6 മാസമായപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ ആവശ്യപ്രകാരം അവരുടെ സ്ഥാപനത്തിൽ തന്നെ സ്കാൻ ചെയ്യും. എൻ്റെ ചോദിച്ചു, കുട്ടി കാണണോ? അവന് വേണ്ട എന്ന് പറഞ്ഞു. വരൂ കാണാം. അവന് വേണ്ട, അവൻ പുറത്ത് ലോകത്തേക്ക് വരുമ്പോൾ കണ്ടോളാം എന്ന് പറഞ്ഞു. സ്കാനിങ് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, മകനെയാണോ മകളെയാണോ ഇഷ്ടം? ഞാൻ പറഞ്ഞു, എനിക്ക് മകളാകാനാണ് ഇഷ്ടം. മകളാണ്.
സന്തോഷപൂർവ്വം ഞങ്ങൾ തിരിച്ചു പോന്നു. പിറക്കാൻ പോകുന്ന എൻ്റെ മകൾക്ക് ഞാൻ അഭിരാമി എന്ന് പേരിട്ടു. പ്രസവത്തിന് ഒരു 10-15 ദിവസം ഉള്ളപ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കൊന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത ശേഷം അവർ പറഞ്ഞു, സോറി, മകളല്ല, മകനാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അച്ചു എന്ന ഭരചന്ദ്രൻ ഈ ലോകത്തേക്ക് വന്നത്. പക്ഷേ സിസേറിയന് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഇഞ്ചക്ട് ചെയ്ത മരുന്നെന്തോ കൂടിപ്പോയി കൗണ്ട്. അങ്ങനെ ആർത്രൈറ്റീസിൻ്റെ പിടിയിലായിപ്പോയി സിന്ധു. മകൻ ഭൂമിയിലേക്ക് വന്ന ആ നാൾ മുതൽ അവൾ രോഗിയായി മാറി. ദേഹത്ത് ഒരിടത്തും തൊടാൻ പറ്റില്ല, ഒരു ജോയിൻറ്റിലും തൊടാൻ പറ്റില്ല, കരയും. കുട്ടിക്ക് പാല് കൊടുക്കാൻ പോലും പറ്റില്ല. സിന്ധു രക്ഷപ്പെടില്ല എന്ന് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു. നിൻ്റെ കുട്ടിയെ നോക്കാൻ നീ വേറെ ആളെ കണ്ടെത്തേണ്ടി വരും. അതായത് വലിയ തടിച്ച് ചീർത്ത് വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ കുപ്പിപ്പാലാണ് അവൻ കഴിച്ചത്. അവൻ അമ്മയുടെ ചൂട് തട്ടിയല്ല ഉറങ്ങിയത്, അമ്മുമ്മയുടെ ചൂട് തട്ടിയാണ്. എൻ്റെ അമ്മയാണ് അവനെ എന്താ പറയുക, +2 കഴിയുന്നവരെ, അല്ലെങ്കിൽ അല്ല BBA കഴിയുന്നവരെ എൻ്റെ അമ്മയുടെ കൂടെ കിടന്നാണ് അവൻ ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ വർക്കല പാപനാശം കടപ്പുറത്ത് പോയി അമ്മുമ്മയ്ക്ക് ബലിയിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തർക്കിക്കാനൊന്നുമില്ല, ആ പോവാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി വർക്കലയ്ക്ക് പോയി. ദേവസ്വം ബോർഡിൻ്റെ ബലി മണ്ഡപത്തിൽ അമ്മയ്ക്കായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും അനിയനുമൊക്കെ എൻ്റെ മനസ്സിൻ്റെ തിരശ്ശീലയിലൂടെ മാറി മാറി നീങ്ങുകയായിരുന്നു. ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരു പരികർമ്മിയുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ വിശദീകരിച്ച് സംസാരിക്കും. അങ്ങനെ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് തോന്നുന്നു എവിടെയോ വെച്ച് ഞാനൊന്ന് കരഞ്ഞു എന്ന് തോന്നുന്നു. കണ്ണിൽ നിന്ന് ആ ബലിയിടുന്ന ഇലയിലേക്ക് തുള്ളിയായിട്ട് കണ്ണീര് വീണപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കരയുകയായിരുന്നു. എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന അച്ചുവോ സിന്ധുവോ കണ്ടില്ല, ഞാൻ കുനിഞ്ഞിരിക്കുകയില്ലേ, അതുകൊണ്ട് നന്നായി. അവരും വിടുകയാണല്ലോ, അവരെന്ത് ചെയ്യുന്നു ഞാനും നോക്കിയില്ല. ആർക്കാണോ ബലിയിടാൻ വന്നത് അവരെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് കർമ്മങ്ങൾ പറഞ്ഞിരുന്ന കർമ്മി പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നില്ല, ഓർമ്മിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ അമ്മ അനുഭവിച്ച ഓരോന്നും ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു ഒറ്റ ബന്ധുവിനെ പോലും ഞാൻ കാണാറില്ല. എൻ്റെ നന്ദി കെട്ടവരുടെ പട്ടികയിൽ ഞാനവരെ അടക്കി എന്ന് പറയുന്നതായിരിക്കും സത്യം. അവിടെ എന്താ പറയുക, അങ്ങനെ ആണിയടിച്ചതുപോലെ ആ ബന്ധങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ച്. എൻ്റെ അമ്മയോട് ബന്ധുക്കളാരും നീതി പുലർത്തിയില്ല. അമ്മ ഒരുപാട് സ്നേഹിച്ചു. ഞാനും എൻ്റെ അനുജനും കഴിക്കേണ്ട ഭക്ഷണത്തിനുള്ള വക അച്ഛൻ നൽകിയിട്ട് പോയിട്ട് പോലും അതെല്ലാം അമ്മ ബന്ധുക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് തീർത്ത ഒരാളാണ്. ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അമ്മയ്ക്ക് ബന്ധുക്കളെ ചിലരെക്കുറിച്ച്. അവരാരും തിരിഞ്ഞു നോക്കിയില്ല അമ്മയെ. മരിച്ചു എന്നറിഞ്ഞപ്പോൾ വഴിപാട് പോലെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. ആ വേദന മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പോകാറില്ല. എന്തെങ്കിലും ഒരാവശ്യം വിളിച്ച് പറഞ്ഞാൽ, ഒരാൾ മരിച്ചു എന്ന് വിളിച്ച് പറഞ്ഞാലോ ഒരു കല്യാണം വിളിച്ച് പറഞ്ഞാലോ അതിന് പോകും എന്നുള്ളതിനപ്പുറം എൻ്റെ ഒരു ബന്ധുക്കളുമായിട്ടും എനിക്കിപ്പോൾ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അങ്ങനെ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും തുടരുന്നു. ഒരു ദിവസം ഞാനൊരു 50 പ്രാവശ്യമൊന്നുമല്ല കേട്ടോ അമ്മ എന്ന് വിളിക്കുന്നത്. എണീക്കുമ്പോൾ അമ്മ എന്ന് വിളിക്കും, ഇരിക്കുമ്പോൾ അമ്മ എന്ന് വിളിക്കും, അറിയാതെ വിളിച്ചു പോകുന്നതാണ് അമ്മ എന്ന് വിളിക്കും. എനിക്ക് അമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആദ്യമായി ഒരു സ്വർണ്ണ മെഡൽ നേടിത്തന്ന കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ എല്ലാമായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി മണ്ണാറക്കയം ബേബി. ഏത് കൊടി കെട്ടിയവനെ ആയാലും മുഖത്ത് നോക്കി തെറി പറയാൻ മടിയില്ലാത്ത ബേബി ചേട്ടൻ. അദ്ദേഹം P&T ഉദ്യോഗസ്ഥനായിരുന്നു, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിലെ ഉദ്യോഗസ്ഥനായിരുന്നു. നന്നായി മദ്യപിക്കുകയും നന്നായി ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ബേബി ചേട്ടൻ ഒരു നാൾ എന്നെ വിളിച്ചു, ശാന്തിവിളെ, നാളെ ഞാൻ
അനന്തപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. വയറിന് കുറേ നാളായി ഒരു അസ്കിത പോലെ. ഞാൻ അനന്തപുരിയിൽ കാണാൻ ചെല്ലുമ്പോൾ അടിച്ചുരുട്ടിയ പോലെ ഇരുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ബേബിച്ചേട്ടൻ വാടിയ ചീര പോലെ കിടക്കുന്നു. ഭാര്യ രാജമ്മ ചേച്ചി പഴുത്ത മാങ്ങ ചെത്തി കീറി കൊടുക്കുകയാണ്. ഒന്നും നന്നായി കഴിക്കാൻ പറ്റുന്നില്ല ശാന്തിയുടെ. ആ പറച്ചിലിൽ വലിയ നിരാശയുണ്ടായിരുന്നു. കുറേ നേരം പലതും പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഇറങ്ങി. 2 നാൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ അനന്തപുരി ചെല്ലുമ്പോൾ അദ്ദേഹം മോശമല്ലാത്ത അവശനായി കഴിഞ്ഞു. ഇവിടെ തീരുമെന്ന് തോന്നുന്നില്ല ശാന്തിയുടെ. നാളെയോ മറ്റന്നാളോ ഞാൻ എറണാകുളത്ത് ലാക് ഷോറിലേക്ക് മാറും. എറണാകുളമായതിനാൽ എന്നെ തിരക്കാതിരിക്കരുത്. ഞാൻ ലാക് ഷോറിൽ ചെല്ലുമ്പോൾ ഉപ്പിടാത്ത കഞ്ഞി കുടിക്കാൻ പറ്റാത്ത പ്രശ്നം പറഞ്ഞ് ഭാര്യയോട് കലഹിക്കുകയാണ് ബേബിച്ചേട്ടൻ. ഇത്രയും നാൾ ഉപ്പിട്ട് നന്നായി കഴിച്ചതല്ലേ, കുറച്ച് നാൾ ഉപ്പില്ലാതെ രുചി നോക്കാതെ വാശി പിടിക്കാതെ കഴിക്കുക എന്നായി ഞാൻ. അതിവിടെ കിടന്നാലേ നിങ്ങൾക്കതിൻ്റെ വൈഷമ്യം മനസ്സിലാവൂ എന്നായിരുന്നു ബേബിച്ചേട്ടൻ്റെ മറുപടി. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത പെൺകുട്ടിയുടെ ഭർത്താവ് മരുമകൻ എന്നോട് പറഞ്ഞു, ഇതുവരെയും അദ്ദേഹം കരുതി വച്ചിരുന്നത് ഗാസ്ട്രോ പ്രോബ്ലം എന്നാണ്, അല്ല ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചു. സത്യമായിട്ടും കേട്ടപ്പോൾ ഞാൻ വല്ലാണ്ടായിപ്പോയി. എന്നെ അത്ര ഇഷ്ടമായിരുന്നു കക്ഷിക്ക്. ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് വീടെത്തി. പിറ്റേന്ന് രാവിലെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ബേബിച്ചേട്ടൻ്റെ ബോഡി 10 മണിക്കകം ഗൗരീശപട്ടത്തെ വീട്ടിലെത്തിക്കുമെന്ന്. അരോഗ ദൃഢഗാത്രനാണെന്ന് ഞാൻ ധരിച്ചിരുന്ന, ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ നെടും തൂണായിരുന്ന, എല്ലാവരെയും സഹായിക്കണം എന്ന് മാത്രം ചിന്തിച്ച മണ്ണാറക്കയും ബേബി എന്ന എൻ്റെ പ്രിയപ്പെട്ട ബേബിച്ചേട്ടൻ അങ്ങനെ അങ്ങ് പോയി. ഇപ്പോഴും ഞാൻ ബേബിച്ചേട്ടനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഫോട്ടോകൾ കിട്ടാനില്ല. ഞാൻ ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ ചോദിച്ചിട്ട് അവരിൽ പോലും ഇല്ല എന്നുള്ളതാണ്. ആലോചിക്കുക, ഒരു സംഘടന 10-25 വർഷം കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ്റെ പടം, ജനറൽ സെക്രട്ടറിയുടെ പടം പോലും തെളിവായിട്ട് തരാനില്ല. അദ്ദേഹത്തിൻ്റെ മകളെ പോയി കണ്ടാൽ ചിലപ്പോൾ ആൽബോ ഫോട്ടോ ഒക്കെ തരുമായിരിക്കും. എന്നെ പരിചയമുള്ള കുട്ടിയാണ്, ഇളയ കുട്ടി. പോയി കാണണം, ഒരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ. ചിത്രബന്ധു എന്നൊരു സിനിമാ വാരിക തിരുവനന്തപുരത്തു നിന്നും തുടങ്ങി. പ്രശസ്തമായ ദേശബന്ധു, സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തുടങ്ങിയ ദേശബന്ധു എന്ന് പറഞ്ഞ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പത്രസ്ഥാപനമാണ് ചിത്രബന്ധു തുടങ്ങിയത്. അതിൻ്റെ പുതുമ എന്ന് പറയുന്നത് ദിനപത്രത്തിൻ്റെ 2 പേജ് വലിപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു സിനിമാ താരത്തിൻ്റെ ഫോട്ടോ എല്ലാ ലക്കത്തിലും ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഭൗതികമായ ഒരു മാറ്ററും അതിലില്ലായിരുന്നു. രസകരമായ സിനിമയിലെ നുറുങ്ങുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ചിത്രബന്ധു പതിവായി വായിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു ചെറു മാറ്റർ ഞാൻ അതിനയച്ചു. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കും, താങ്കൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന ഒരു കത്ത് വന്നു എനിക്ക്. ആ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ചിത്രബന്ധുവിൻ്റെ എഡിറ്ററാണ്. ആ ഒപ്പ് എന്നെ വളരെ അതിശയിപ്പിച്ചു. കാരണം മലയാളത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത്, മധു വൈപ്പന എന്നാണ് ഒപ്പിട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നാനയുടെ പത്രാധിപരായിരുന്ന രംഗം എന്ന ടാബ്ലോയിഡ് വലിപ്പത്തിലുള്ള ഒരു സിനിമാ ദ്വൈവാരിക സ്വന്തമായി ഇറക്കിയ ആളായിരുന്നു മധു വൈപ്പന എന്ന് എനിക്കറിയാം. നേരിക്കണ്ടിട്ടില്ല. ഒരു നാൾ സെക്രട്ടേറിയറ്റിനടുത്തുള്ള ചിത്രബന്ധുവിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ടു. സിനിമാ സംബന്ധിയായ വ്യത്യസ്തമായതൊക്കെ എഴുതൂ, ഞാൻ ഇതിൽ കൊടുക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നു. ഒപ്പം ഒരു ഉപദേശം കൂടി തന്നു, ഒരിക്കലും ഒരു ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിയെ പോലെ ആരാധനയോടെ എഴുതരുത്. ആ ഒരു സെൻറ്റൻസ് ഞാൻ ഇന്നും മറക്കാതെ ഉപയോഗിക്കുന്നു.
സിനിമയിലുള്ള ഒരാളുടെയും ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടൊന്നും ഇതേവരെ ഞാൻ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ കണക്ക് 2 ന്യൂസ് പേപ്പർ പേജിൻ്റെ വലിപ്പത്തിൽ മോഹൻലാലിൻ്റെ സൗജന്യ പോസ്റ്റർ അടിച്ച ലക്കത്തിൽ ആ പോസ്റ്ററിൻ്റെ മറുവശത്ത് ആ ഒരു വർഷത്തെ സിനിമയെപ്പറ്റി ഞാൻ എഴുതിയത് വന്നു. അതാണ് എന്നെ ശ്രദ്ധേയനാക്കിയ ആദ്യത്തെ എഴുത്ത്. ചിത്രബന്ധു അകാലത്തിൽ നിന്നു. മധുവയ്പ്പന എങ്ങോട്ടോ പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു നാൾ എനിക്കൊരു ഫോൺ. ഞാൻ പഴയ മധുവയ്പ്പനയാണ്. എനിക്ക് ശാന്തിവിളയെ ഒന്ന് കാണണം. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള GPO ഉണ്ടല്ലോ, ജനറൽ പോസ്റ്റ് ഓഫീസ്, അതിൻ്റെ പിറകിലുള്ള റോഡിൽ ഒരു കൂറ്റൻ മാവ് നിൽപ്പുണ്ട്. മാങ്ങ കായ്ക്കുന്ന മാവ്. ആ വീട് ചീഫ് സെക്രട്ടറി ആയിരുന്ന R. രാമചന്ദ്രൻ നായരുടെ അനുജൻ്റെ വീടാണ്. ഞാൻ ചെന്നു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വൈപ്പന സാർ തന്നെ ഭാര്യ പ്രമീള ചേച്ചിയെയും ഏകമകൻ ദീപകിനെയും എനിക്ക് പരിചയപ്പെടുത്തി. ഭാര്യ അപ്പോൾ അസിസ്റ്റൻ്റ് ലേബർ കമ്മീഷണറാണ് കേരളത്തിലെ. രംഗം ദൈവാരിയെ കഴിഞ്ഞ് ചിത്രബന്ധു നിന്ന ശേഷം കുറച്ചു കാലം അദ്ദേഹം സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണങ്ങളായ സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം തുടങ്ങിയവയിൽ പേര് വച്ചും പേര് വയ്ക്കാതെയും പത്രാധിപരായിരുന്നു. കുറേ നേരം പല പല വിഷയങ്ങൾ പറഞ്ഞ ശേഷം വിഷയത്തിലേക്ക് വന്നു. മംഗളം വർഗീസ് ഒരു സിനിമ വാരിക തുടങ്ങുന്നു. സിനിമ മംഗളം. ഞാനാണ് പത്രാധിപർ. ദിനേശൻ അതിൽ എന്ത് ചെയ്യാനാവും? ഞാനാണെങ്കിൽ അപ്പോൾ ഇന്ത്യ ടുഡേ മലയാളത്തിൽ അവസാനത്തെ 2 പേജിൽ സിനിമ ക്യാപ്സ്യൂളുകളും ഒരു പേജിൽ വരുന്ന TV സീരിയൽ ക്യാപ്സ്യൂളുകളും എഴുതുന്ന കാലമാണ്. ഒപ്പം കേരളകൗമുദി ദിനപത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പിലെ സിനിമാ പേജിലും ദേശാഭിമാനി പത്രത്തിലെ സിനിമാ പേജിലും മുടങ്ങാതെ എഴുതുന്ന കാലമാണ്. S. ഭാസുരചന്ദ്രൻ ചേട്ടനും കവി പ്രഭാവർമ്മ സാറും നന്നായി എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന കാലം. ഞാൻ എന്ത് സജഷൻ പറഞ്ഞാലും അത് ചെയ്യാൻ പറയും. കേരളത്തിലാണെങ്കിൽ ഓണപ്പതിപ്പിലൊക്കെ പ്രത്യേക ഒരു വിഷയം തന്നിട്ട് സിനിമയുടെ ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. മോശമല്ലാത്ത കാശും കിട്ടുമായിരുന്നു. പ്രഭാവർമ്മ സാറ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് പോയപ്പോൾ പോലും എനിക്ക് തരാനുള്ള കാശ് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് രാധചേച്ചിയെ, നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ മകൾ രാധചേച്ചിയെ ഏൽപ്പിച്ചിട്ട് പോയി. കൃത്യമായിട്ട് എനിക്ക് ചെക്ക് തരികയും ചെയ്തു. ഞാൻ ഏറ്റു. വ്യത്യസ്തമായി പലതും ചെയ്യാനാകുമെന്ന്. വർഷങ്ങൾ പലത് കടന്നുപോയി. അപ്പോഴും സിനിമാമംഗളത്തിൽ മുടങ്ങാതെ ഞാൻ എഴുതി. വൈപ്പന സിനിമാമംഗളം വിടുന്ന കാലം വരെ. പുതുതായി ചുമതലയേറ്റ പല്ലിശ്ശേരി എഴുത്ത് തുടരണം എന്ന് പറഞ്ഞുവെങ്കിലും ഞാനങ്ങ് നിർത്തി. വൈപ്പന ഇല്ലാത്ത സിനിമാമംഗളത്തിൽ ഞാനില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പിന്നൊരിക്കൽ മധുവൈപ്പന എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ശാന്തിവിളെ, ഞാൻ കരുതിയത് ശാന്തിവിള സിനിമാമംഗളത്തിൽ എഴുത്ത് തുടരും. ഞാൻ കണ്ടെത്തിയ, ഞാൻ ഏർപ്പാടാക്കിയ ഇന്ന ആളുകൾ, അവരുടെയൊക്കെ പേരെന്നോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ പിരിയും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ തെറ്റി. അവരെല്ലാവരും അവിടെ നിന്നു. താങ്കൾ എഴുത്ത് നിർത്തി. ഒരു ചതിയിലൂടെ സിനിമാമംഗളം വിട്ട വൈപ്പന വീട്ടിൽ തളയ്ക്കപ്പെട്ടു പോയി എന്ന് പറയാം. മകൻ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അമേരിക്കയിലാണ്. ഭാര്യ റിട്ടയറായി. വൈപ്പനയും വീട്ടിലെ മേളിലെ മുറിയിൽ തളയ്ക്കപ്പെട്ടു. ഒരു സിനിമ വാരികയോ ഒരു സിനിമ മാസികയോ തുടങ്ങാൻ കാശിറക്കാൻ പറ്റിയ ആരെയെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് എന്നോട് തിരക്കിയിരുന്നു. മംഗളം വാരികയെ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന തൃശ്ശൂരിലെ ആൻ്റണി എന്നയാളും വൈപ്പനയോട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ PTP നഗറിലെ വേട്ടമുക്കിലെ വീട്ടിൽ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുക പതിവായിരുന്നു.
സിനിമാ മംഗളത്തിലെ മദ്രാസ് ലേഖകനായ CN കൃഷ്ണൻകുട്ടി നാട്ടിൽ വരുമ്പോൾ കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന പണിയും എനിക്കായിരുന്നു. എൻ്റെ വണ്ടി കയറ്റി CN കൃഷ്ണൻകുട്ടിയായിട്ട് വൈപ്പനയുടെ വീട്ടിൽ ചെല്ലും. അപ്പോഴും CN മദ്രാസിൽ ലേഖകനായിട്ട് അപ്പോഴും തുടരുകയാണ്. CN കൃഷ്ണൻകുട്ടി വഴിയാണ് വിൽപ്പനയിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന സിനിമാ മംഗളം കൂപ്പുകുത്തിയ കഥയും അല്പം വൈകിയാലും വൈപ്പന കൃത്യമായി വാങ്ങി തന്നിരുന്ന ശമ്പളം മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാത്ത കാര്യവുമൊക്കെ ഞങ്ങൾ വൈപ്പനയും ഞാനും CN കൃഷ്ണൻകുട്ടിയൊക്കെ അവിടെ ഇരുന്ന് ഇത് ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോഴാണ് മധുസാർ അറിയുന്നത് ശമ്പളമൊക്കെ മുടങ്ങി തുടങ്ങി. വൈപ്പനയുടെ വീടിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞു മണി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ ചരടിൽ പിടിച്ച് അടിക്കുമ്പോൾ പ്രമീള ചേച്ചി വന്ന് ജനാലയിലൂടെ നോക്കും. ഞാനാണ് എന്നറിയുമ്പോൾ പ്രസന്ന വദനയായി വാതിൽ തുറക്കും. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ട് മേളിലേക്ക് പോകുന്ന പടിക്കെട്ടിലേക്ക് നോക്കി മധു എന്ന് ഉറക്കെ വിളിക്കും. ഒപ്പം ദാ ദിനേശ് വന്നിരിക്കുന്നു എന്നുകൂടി പറയും. ഒരു ചെറു പുഞ്ചിരിയോടെ, യാതൊരു പകിട്ടുമില്ലാതെ, ലുങ്കിയും ഷർട്ടും, ചില ദിവസങ്ങളിൽ ലുങ്കിയും കയ്യില്ലാത്ത വെള്ള ബനിയനും, വേറെ ചിലപ്പോൾ ലുങ്കി മാത്രമേ ധരിച്ചിരിക്കുകയുള്ളൂ. നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള വേറെ ബോഡിയായിട്ട് ഇറങ്ങി വരും. പടിക്കെട്ടുകൾക്ക് വേദനിക്കാതെ ഇറങ്ങി വരുന്ന ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഞങ്ങൾ പലതും സംസാരിച്ചിരിക്കും. ഇതിനിടയിൽ പടിക്കെട്ടുകൾ കയറി അദ്ദേഹം മേളിലേക്ക് പോകും. ഏതെങ്കിലും ഫോട്ടോയോ പത്ര കട്ടിങ്ങോ പുസ്തകമോ കൊണ്ടുതരും. അതിനെപ്പറ്റി സംസാരിക്കും കുറച്ച് നേരം. എന്നിട്ട് കൊണ്ടുവന്നത് എന്താണെങ്കിലും ശരി, ഫോട്ടോ ആയാലും ശരി, പത്ര കട്ടിങ് ആയാലും ശരി, പുസ്തകമായാലും ശരി, അതെനിക്ക് തരും. ആഹാര കാര്യത്തിൽ മഹാപിശുക്കനാണ് മധു. വൈപ്പന മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും. എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അതിശയം തോന്നും. അത്ര കുറച്ചേ ആഹാരം കഴിക്കും. ഒരു ഇഡ്ഡലിയിൽ അല്ലെങ്കിൽ ഒരു ജ്യൂസിൽ ഒരു നേരത്തെ ആഹാരം ഒതുക്കും രണ്ടുപേരും. എന്നാൽ എനിക്ക് ചായയോ മോരോ ഒക്കെ തരും. പാലയിലെ പ്രശസ്തമായ വൈപ്പന എന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് മധുസാർ. അല്ലലില്ലാതെ ജീവിക്കാനുള്ള പശ്ചാത്തലം ആ വീട്ടിലുണ്ട്. സുവർണരേഖ എന്നാണ് വീട്ടുപേര്. ഈ PTP നഗറിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് സുവർണരേഖ എന്നാണ്. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, ആഹാരം ഒട്ടും വേണ്ടാത്ത, സാധാരണയിൽ സാധാരണമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഗാന്ധിയനെ പോലെ. പക്ഷേ അദ്ദേഹത്തിന് ഭാര്യയുടെയോ മകൻ്റെയോ ചെലവിൽ ജീവിക്കുന്നതിൽ ഒരു വൈക്ലഭ്യമുണ്ട് എന്ന് സംസാരത്തിനിടയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വെറുതെ വായിച്ചിരിക്കുന്നതിലെ നിരാശയും എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും. സിനിമാ മംഗളം വിട്ടെങ്കിലും അവിടുത്തെ മദ്രാസ് ലേഖകൻ CN കൃഷ്ണൻകുട്ടി തന്നെയായിരുന്നു. അദ്ദേഹം ഈ വരുന്ന വരവിൽ ശമ്പളം കിട്ടാത്ത കഥ ഒക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ടിരിക്കും. പോകാൻ നേരം ട്രെയിൻ ടിക്കറ്റിനായി എന്ന് പറഞ്ഞ് 3000 രൂപയോ 5000 രൂപയോ ഒക്കെ കൊടുക്കുന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു. ട്രെയിനിലെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് മംഗളത്തിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പരിമിതിയൊക്കെ പറയുമ്പോൾ പുള്ളി ഒരു 3000 രൂപ 5000 രൂപ എടുത്ത് മോളിൽ നിന്ന് പോയി എടുത്തിട്ട് വന്നിട്ട് കൊടുക്കുമായിരുന്നു. കൽക്കത്തയിൽ കുടുംബക്കാരുടെ കമ്പനിയിൽ ജോലിക്കാരനായി പോയപ്പോഴും കേരള ശബ്ദത്തിൽ ബംഗാൾ രാഷ്ട്രീയത്തെപ്പറ്റിയും ജനയുഗത്തിൻ്റെ സിനിരമയിൽ ബംഗാളി ഇംഗ്ലീഷ് സിനിമകളെപ്പറ്റിയും എഴുതി തുടങ്ങിയ വ്യക്തിത്വമാണ് വൈപ്പനുടേത്. ബംഗാൾ നക്സൽ ബാരികളുടെ താവളങ്ങളിൽ ചെന്ന് അഭിമുഖങ്ങൾ നടത്തി പത്രങ്ങൾക്ക് കൊടുത്ത ആളുമാണ് അദ്ദേഹം. നാനയിൽ നിന്നും സിനിമാ മംഗളത്തിൽ നിന്നും രണ്ടിടത്തു നിന്നും വേദനയോടെയാണ് അദ്ദേഹം പിരിഞ്ഞത്. മംഗളം നൽകേണ്ട ആനുകൂല്യങ്ങൾ പോലും വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോന്ന ആളായിരുന്നു മധു വൈപ്പന. സ്റ്റാച്യുവിൽ നിന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറി പോവുകയും സ്റ്റേഷനിലിറങ്ങി കോട്ടയത്ത് മംഗളം വരെ നടക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ട്രെയിനിൽ പതിവായി ഒരു 8:30 പോകുന്ന ഒരു ബോംബെ ജയന്തി ജനതയോ അങ്ങനെ ഏതൊരു ട്രെയിനാണ്. അത് പതിവായി ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറുന്ന ഒരു കൂട്ടം പരിചിതരോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കയറുമ്പോൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് പല പ്രായക്കാരാണ്. അവർ ചീട്ട് കളിക്കുന്നത് നോക്കിയിരിക്കും. പുള്ളി ചീട്ട് കളിക്കാൻ അറിയില്ല, കളിക്കുകയില്ല. ഞാനൊരിക്കൽ പുള്ളിയോടൊപ്പം മംഗളം വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കേട്ട കാഴ്ച, ഒരമ്മച്ചി 10 കൂട് ഉണ്ണിയപ്പം വിൽക്കാനായിട്ട്
ട്രെയിനിലേക്ക് കയറി നേരെ ഈ മധുസാർ ഇരിക്കുന്നിടത്തേക്ക് വരും. അദ്ദേഹം ആ 10 കവറും വാങ്ങി പൊട്ടിച്ച് ചുറ്റിനും ഇരിക്കുന്നവർക്ക് 2, 3, 4 വീതം വെച്ച് നൽകും. ഒരു ഉണ്ണിയപ്പം പോലും അദ്ദേഹം കഴിക്കില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. മറ്റുള്ളവർ കഴിക്കുന്നത് നോക്കിയിരിക്കും അദ്ദേഹം. ഒരെണ്ണം അദ്ദേഹം കഴിക്കില്ല. അതല്ല, അവശനായ ഒരു വടി ഊന്നി നടക്കുന്ന ഒരാൾ കുറച്ച് ലോട്ടറി ടിക്കറ്റുമായി മുന്നിലേക്ക് വന്നു. നീട്ടിയ ആ ലോട്ടറിക്കാരൻ നീട്ടിയപ്പോൾ അത് അത്രയും വാങ്ങിച്ചിട്ട് കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് വീതിച്ചു കൊടുത്തു. അതിലും ഒരു ടിക്കറ്റ് പോലും പുള്ളി എടുക്കില്ല. മംഗളത്തിൽ ശമ്പളം കിട്ടിയാൽ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വരും. താഴത്തെ കൊച്ചു കൊച്ചു പണികൾ ചെയ്യുന്നവർ, പാക്കിംഗ് സെക്ഷനിലുള്ളവർ, ഡ്രൈവർമാർ, വാച്ചർമാർ, പിയൂണുമാർ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് കയറി വരും. അവർക്കൊക്കെ തനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം വീതിച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുക്കും, ടിപ്പ് പോലെ കൊടുക്കും. അതൊരു ശീലമായിരുന്നു അദ്ദേഹത്തിൻ്റെ. മംഗളം വിട്ട് വീട്ടിൽ തളയ്ക്കപ്പെട്ടതിൽ നല്ല മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹം. തുടക്കം കുറിച്ച് നന്നായി വിറ്റുപോകുന്ന ലെവലിലേക്ക് എത്തിച്ച് നല്ല ലാഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടും മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ കിട്ടാവുന്നിടത്തെല്ലാം നോവിച്ചു. കൂടെ കൂടിയവർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു. അതും അദ്ദേഹത്തിന് വലിയ വേദനയായിരുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെല്ലുമ്പോൾ മധുവയ്പ്പനയുടെ മാറ്റം അനുഭവിക്കാൻ തുടങ്ങി എനിക്ക്. പഴയ സന്തോഷമില്ല, പഴയ ചുറുചുറുക്കില്ല, പതിയെ പതിയെ മൗനിയായി തുടങ്ങി അദ്ദേഹം. ശാന്തിവിളെ, മധുവിന് പഴയ പോലെ ഓർമ്മയില്ല കേട്ടോ, ഓർമ്മയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു എന്ന് പ്രമിള ചേച്ചി പറയും. മറവിയുടെ ലക്ഷണം, എടുത്ത സാധനം എവിടെ വച്ചു എന്ന് സംശയം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ ചെല്ലുമ്പോഴൊക്കെ തുറന്ന് പറയുമായിരുന്നു എന്നോട്. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. ഡോക്ടർ പറയുന്നത് പ്രായത്തിൻ്റെയും കൂടെ ഒരു അസ്കിതയുണ്ട്, പിന്നെ മാനസികമായ ടെൻഷൻ സ്വയം ഉള്ളിൽ ഒതുക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണെന്ന് പറയുന്നു. എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ തന്നെ. എല്ലാം കേട്ടുകൊണ്ട് നിസ്സംഗനായി അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ചെല്ലുമ്പോൾ നക്സൽ ബാരിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയതെല്ലാം ബൈൻഡ് ചെയ്ത ഒരു തടിയൻ പുസ്തകം, ഈ വലിപ്പമുണ്ട്, വലിയ പുസ്തകം, ടാബ്ലോയിഡ് വലിപ്പമാണ്. അത് ആ ബുക്ക് എടുത്തുകൊണ്ടെന്ന് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വായിക്കണം കേട്ടോ, നക്സൽ ബാരി എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാനത് ചവന്നുകൊണ്ട് വീട്ടിൽ വന്നു. വേറൊരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ പ്രമിള ചേച്ചി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ശാന്തിവിളെ, അല്പനേരം മധുവിൻ്റെ കൂടെ ഇവിടെ ഇരിക്കില്ലേ? മധു ഒറ്റയ്ക്കാണ്, ഞാനൊരു കാര്യത്തിനായി ഒന്ന് പുറത്തു പോകുന്നു, വേഗം വരാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഞാനും മധു സാറും മാത്രം ആ വലിയ വീട്ടിൽ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും, എവിടെയോ നോക്കി, പിന്നെ ആലോചിച്ചിരിക്കും. എനിക്കാ ഇരിപ്പ് വലിയ വൈഷമ്യമായി തോന്നി. പെട്ടെന്ന് എണീറ്റ് അദ്ദേഹം മേളിലേക്ക് പോയി. മടങ്ങി വന്നത് 2 പോളിത്തീൻ സഞ്ചികളുമായിട്ടായിരുന്നു. ഇത് എൻ്റെ ഫോട്ടോ ശേഖരങ്ങളാണ്. വിജയശ്രീയെ കൊന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ ജനറൽ കൊണ്ടിട്ടപ്പോൾ മോർച്ചറിയിലെ മൊസൈക്ക് തറയിൽ കിടത്തിയിരിക്കുന്ന ചിത്രം ഞാൻ വർക്ക് ചെയ്ത നാനയിൽ മാത്രമായിട്ടും വന്നിട്ടുള്ളത്. അത് വളരെ റിസ്ക് എടുത്ത് കൈക്കൂലി കൊടുത്തൊക്കെയാണ് ഞാൻ ആ പടം എടുത്തത്. ആ ഫോട്ടോ അടക്കം എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 100% അർഹതപ്പെട്ട കൈകളിലാണ് ഞാനിത് ഏൽപ്പിക്കുന്നത്. സൂക്ഷിച്ച് വയ്ക്കണം, നിങ്ങളത് ഉപയോഗിക്കണം. നിധി പോലെ സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് ഫോട്ടോകൾ എനിക്ക് തന്ന സന്തോഷത്താൽ മധുവയ്പ്പന എന്ന മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന വിഷാദ രോഗമോ മറവി രോഗമോ ആയിരുന്നു എൻ്റെ മനസ്സ് നിറയെ. ആ സന്തോഷം എനിക്കുണ്ടായെങ്കിൽ പോലും എൻ്റെ മനസ്സ് മുഴുവൻ ഇതായിരുന്നു. വേറൊരു തവണ ചെല്ലുമ്പോൾ ഒരു തടിച്ച ആൽബം തന്നു. റയറായ ഞാൻ ചെന്ന ഷൂട്ടിംഗ് സെറ്റുകളിൽ കണ്ട സിനിമാക്കാരുമായുള്ള എൻ്റെ ഫോട്ടോകളാണ്. എൻ്റെ ഭാര്യയോ മകനോ പോലും നന്നായി കണ്ടിരിക്കാൻ സാധ്യതയില്ല, നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. അത് ശത്രുഘ്നൻ സിൻഹ അടക്കം ജയബാദുരി അടക്കം ഒരുപാട് ഹിന്ദിക്കാർ, ഹിന്ദി, തമിഴ്, മലയാളം ആളുകളായിട്ട് നിൽക്കുന്ന ആൽബമാണ്. മംഗളത്തിൽ പ്രവർത്തിച്ച 15 വർഷത്തെ നേരിൽ കണ്ട അനുഭവങ്ങളെപ്പറ്റി അമംഗളങ്ങൾ എന്നൊരു പുസ്തകം എഴുതി അദ്ദേഹം. ആ പുസ്തകത്തിൻ്റെ അവസാന പുറത്ത്
ഈ പുസ്തകം കാരണം എനിക്ക് ജീവനിൽ ഭയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മംഗളത്തിലെ ഇന്ന ഇന്ന ആൾക്കാർക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പെൻസിൽ കൊണ്ട് എഴുതി ഒപ്പിട്ടിട്ട് ആ അമംഗളം എന്ന് പറഞ്ഞ പുസ്തകം എന്നെ ഏൽപ്പിച്ചു. എൻ്റെ നിധി പോലെ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പേരുകാരിൽ ചിലർക്കറിയാം, അവരെപ്പറ്റി അതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഹരികുമാർ സാറിനോട് പറയും. അദ്ദേഹം കൊളുത്തി കൊടുത്തു. അങ്ങനെ ആ പുസ്തകം എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച ആളുണ്ട് അതിൽ. ഞാൻ പറഞ്ഞു തരില്ല, പക്ഷെ ഞാൻ ആരെയും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഒരിക്കൽ ചെന്നപ്പോൾ ഒരു തടിച്ച പുസ്തകം എന്നെ ഏൽപ്പിച്ചു. ഗന്ധർവ ലോകം എന്ന മധുവയ്പ്പനെ എഴുതി ഇൻസൈറ്റ് പബ്ലിക്ക 2016 പ്രസിദ്ധീകരിച്ച, അന്നത്തെ കാലത്ത് 2016 390 രൂപ വിലയിട്ട പുസ്തകം എന്നെ ഏൽപ്പിച്ചു. ശാന്തികളെ, ഈ പുസ്തകം അടൂർ ഗോപാലകൃഷ്ണൻ്റെ പക്കൽ എത്തിക്കണം. ഞാൻ പറഞ്ഞു എത്തിക്കാം, ഉറപ്പ് കൊടുത്തു, എത്തിക്കാം. വീട്ടിലെത്തിയ ശേഷം ഞാൻ ആ പുസ്തകം തുറന്നു നോക്കി. കവർ തുറന്നിടം തന്നെ അതിൻ്റെ ഇടതുവശത്ത് ചുവപ്പും കറുപ്പും മഷി ഉപയോഗിച്ച് സി പേജസ് എന്ന് എഴുതിയിട്ട് 218 അടൂർ ഗോപാലകൃഷ്ണൻ, 378 രാമു കാര്യാട്ട്, ചെമ്മീൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഞാൻ ആ പേജുകളിലേക്ക് പോയി. നല്ല രസകരമായി എഴുതുന്ന ആളായിരുന്നു മധുവയ്പ്പൻ. നല്ല കൈപ്പടയുള്ള ആളായിരുന്നു. എന്നാൽ ഈ പുസ്തകത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത് LKG കുട്ടികൾ കളർ പെൻസിൽ കിട്ടിയാൽ കുത്തി വരയ്ക്കുന്നത് പോലെ അദ്ദേഹം ഓരോ പേജിലും വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്തിരിക്കുന്നു. 9567867694 സ്റ്റുഡിയോ ആക്കുളത്ത്, അടൂർ 9446046567. മീര സാഹിബ് എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. 9447066222. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അടൂർ ഗോപാലകൃഷ്ണൻ, ചെയർമാൻ, കോട്ടയം 047124465667. ഇങ്ങനെയൊക്കെ ആ പുസ്തകത്തിൽ അവിടെ ആയിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഈ ചുമരിലൊക്കെ നമ്മൾ കരിക്കട്ട വരയ്ക്കുന്നത് പോലെ പുള്ളി ചുവപ്പും നീലയും മഷി ഉപയോഗിച്ച് ഡോട്ട് പെൻ കൊണ്ട് ബുക്ക് മുഴുവൻ ഇതുപോലെയൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. വിശ്വസിനിമാ കലാകാരൻ എന്നെഴുതിയിട്ട് ആകാശം നിലനിൽക്കുന്ന മഞ്ഞുതുള്ളി എന്ന ഹെഡിങ്ങിൻ്റെ മുന്നിൽ സ്വയംവരം എന്നെഴുതിയിരിക്കുന്നു. എന്താണ് എൻ്റെ അർത്ഥമെന്ന് എനിക്കറിയില്ല. അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. 217 പേജിൽ കിട്ടിയ സ്ഥലത്ത് പേപ്പർ കട്ടിങ് വച്ച് അദ്ദേഹത്തിന് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുത്ത് ബുക്കിൽ ഈ പുസ്തകത്തിൽ തന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കുട്ടികളെ പോലെ. 378 പേജിൽ രാമു കാര്യട്ടിനെ പറ്റി തന്നെയാണ് ആർട്ടിക്കിൾ. അതിൽ ചെമ്മീൻ ഗോത്രമഹാനായ രാമു കാര്യട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ അക്ഷരത്തിലാണ് കുത്തിപ്പിടിച്ച് എഴുതിയിരിക്കുന്നത്. 416 പേജുള്ള ഈ പുസ്തകത്തിലെ 43 ഖണ്ഡങ്ങളായുള്ള രചനകളിലൊക്കെ ഓരോ വരിയിലും കറുപ്പിലും ചുവപ്പിലും അടിവരയിട്ടിരിക്കുന്നു അദ്ദേഹം. ചിലരുടെ ലേഖനങ്ങൾക്ക് ഓരോ ഹെഡിങ്ങുകൾ കൊടുത്തിട്ട് അത് ആരെക്കുറിച്ചാണ് എന്ന് അടൂരിന് അറിയാനായിട്ടായിരിക്കണം അവരുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 1000-ലൊരുവൻ എന്നാണ്. ആ ഹെഡിങ്ങിൻ്റെ മുകളിൽ ചുവന്ന മഷി വെച്ച് MGR എന്നെഴുതിയിട്ടുണ്ട്. അഗ്നിസ്നാനം എന്നെഴുതിയിട്ട് റാണിചന്ദ്ര എന്നെഴുതിയിട്ടുണ്ട്. അസംബന്ധ നാടകത്തിലെ താന്തോന്നി കഥാനായകൻ ജോൺ അബ്രഹാം. നിഷേധിയുടെ അവസരങ്ങൾ സുകുമാരൻ. കത്തികരിഞ്ഞ തീപ്പന്തം സുരാസു. ഒരാത്മാർത്ഥ സുഹൃത്ത് MG സോമൻ. ആമസോൺ വനിത ഖദീജ. നീലക്കുറിഞ്ഞി ഉഷാനന്ദിനി. ഈ പേജിൽ ഉഷാനന്ദിനിയുടെ വീടിൻ്റെ വിലാസം, മദ്രാസിലെ വീടിൻ്റെ വിലാസം, അവരുടെ മൊബൈൽ നമ്പർ ഒക്കെ എഴുതിയിട്ടുണ്ട്. നേരത്തെ പുറപ്പെട്ട സഞ്ചാരി PA ബക്കർ എന്നിങ്ങനെ ഓരോ പേജിലും ഇതിലാരെപ്പറ്റി എഴുതുന്നു എന്നറിയാൻ പേരുകൾ കൂടി അദ്ദേഹം പേന കൊണ്ട് എഴുതിയിരിക്കുന്നു. പുസ്തകം കിട്ടിയ നാളുകളിൽ ഈ പുസ്തകം അടൂരിന് കൊണ്ടുപോയി കൊടുക്കണ്ട, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വൈപ്പനയെ സംശയനിഴലിലാക്കണ്ട എന്ന് ഞാൻ ഉറപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ ആകാംക്ഷയോടെ അദ്ദേഹം ചോദിച്ചു, ഞാൻ തന്ന പുസ്തകം
അടൂരിനെ ഏൽപ്പിച്ചോ? പിറ്റേന്ന് തന്നെ കൊടുത്തു. എന്തു പറഞ്ഞു? പുസ്തകം വായിച്ചിട്ട് മധുവിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ കൊടുത്തോ? ഞാൻ കൊടുത്തില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം എന്നെ വിളിക്കും? ഇന്ന് തന്നെ എൻ്റെ നമ്പർ കൊണ്ടു കൊടുക്കാൻ പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ സ്വയം പറയും പോലെ വൈപ്പന പറഞ്ഞത്, ആരിൽ നിന്നെങ്കിലും എൻ്റെ നമ്പർ അടൂർ സംഘടിപ്പിച്ചോളൂ, അതാ എൻ്റെ നമ്പർ നിങ്ങളോട് ചോദിക്കാത്തത് എന്നാണ് അദ്ദേഹം സ്വയം സമാധാനിച്ചത്. ഞാൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അദ്ദേഹം തികച്ചും മൗനി ബാബയായി മാറിക്കഴിഞ്ഞിരുന്നു. ഞാനും സിന്ധുവുമായിട്ടാണ് അവസാനമായി അദ്ദേഹത്തെ കാണാൻ പോയത്. മേളിൽ നിന്ന് താഴേക്ക് വരവില്ല, സംസാരം ഒട്ടുമില്ല. ആകാശത്തേക്ക് നോക്കി നിസ്സംഗനായി ഒരേ കിടപ്പാണ്. സംസാരത്തിനിടയിൽ പ്രമീള ചേച്ചി പറഞ്ഞു, ശാന്തിവിള ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോൾ മനസ്സിലാവും. ശാന്തിവിളയെ ഒരുപാട് ഇഷ്ടമാണ് മധുവിന്. ഞാനും സിന്ധുവും ചേച്ചിയും കൂടി മേളിച്ചെന്നു. നിസ്സംഗനായി അങ്ങനെ കിടക്കുകയാണ്. ഒരു പച്ച ലുങ്കിയും കൈയില്ലാത്തൊരു ബനിയനും ഇട്ട് അവശനായി കിടക്കുകയാണ് അദ്ദേഹം. മുഖത്ത് അർത്ഥഗർഭമായൊരു പുഞ്ചിരി തളം കിട്ടി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ പതിയെ വിളിച്ചു. എൻ്റെ പേര് ചേച്ചി വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നിശബ്ദനായാൽ എങ്ങനെയാ? നമുക്ക് പുതിയൊരു വാരിക തുടങ്ങണ്ടേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. കണ്ണുകൾ പോലും എമ അനക്കിയില്ല. അപ്പോൾ സിന്ധു വിളിച്ചു, ചേട്ടാ ഞാൻ സിന്ധുവാണ്. പെട്ടെന്ന് ആ ദൃഷ്ടികൾ മേളിൽ നിന്നെടുത്ത് സിന്ധുവിനെ നോക്കി. എവിടെയോ കണ്ടതുപോലെ തുറിച്ച് നോക്കിക്കിടന്നു. ഒന്നും പ്രതികരിച്ചില്ല. കുറേ നേരം നിന്ന് 2-3 പടമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴേക്ക് പോന്നു. സദാ അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്നതിനാൽ ആഹാരം പാചകം ചെയ്യലൊക്കെ വലിയ പ്രശ്നമാണ് എന്ന് ചേച്ചി പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഓർമ്മയൊന്നുമില്ലല്ലോ. എണീറ്റ് വീഴുകയോ എങ്ങോട്ടെങ്കിലും ചാടുകയൊക്കെ ചെയ്താൽ പ്രശ്നമല്ലേ. സിന്ധു അന്ന് പോയപ്പോൾ എന്തൊക്കെ കറികൾ കൊണ്ടുപോയിരുന്നു. ഈ പറഞ്ഞ പ്രശ്നത്തിന് സിന്ധു ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്ത് കറിയും ചോറും പറയുന്ന ക്വാണ്ടിറ്റിയിൽ എത്തിക്കുന്ന ഒരു ഗിരിജ കുക്സ് എന്ന് പറഞ്ഞ് പേരൂർക്കടയിൽ ഒരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ കൂടെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയും. ഒരു 250 ഗ്രാം അവിയൽ വേണം, 1/2 ലിറ്റർ രസം വേണം, 1/2 കിലോ ചമ്പാവരി ചോറ് വേണം എന്നൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ മീൻ കറി വേണം, എന്ത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ആ പറയുന്ന ക്വാണ്ടിറ്റി നമ്മളെ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. പായസമൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇലയടയൊക്കെയാണ് വിളിച്ച് പറയാറ്. അപ്പോൾ ആ ഗിരിജ കുക്സിൻ്റെ ഗിരീഷിനെ നമ്പർ കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ അവർ 2 പേരല്ലേ ഉള്ളൂ. ഒരു 250 ഗ്രാം ചോറും 100 ഗ്രാം തോരനും ഒരു പുളിശ്ശേരിയോ സാമ്പാറോ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഒരു നേരത്തെ ആഹാരം കുശാലാവുമല്ലോ. ഇവരെ പോലുള്ളവർക്ക് അത് സൗകര്യമാകും എന്ന് സിന്ധുവിന് തോന്നി. ആ ചെന്ന് കണ്ടതിൻ്റെ പിറ്റേ ആഴ്ച നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ മദ്രാസ് ഭരിച്ച ചട്ടമ്പികൾ എന്ന ടൈറ്റിലിൽ ഞാനൊരു എപ്പിസോഡ് ചെയ്തു. മധുവൈപ്പന എന്ന സത്യസന്ധനായ ധീരനായ പത്രാധിപരെ ഒതുക്കാൻ സിനിമാ ചട്ടമ്പികൾ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ച കഥയൊക്കെയായിരുന്നു അതിൽ പറഞ്ഞത്. അതിൻ്റെ ഡിസ്പ്ലേ കാർഡിൽ വൈപ്പന വീട്ടിൽ ശയ്യാവലംബനായി കിടക്കുന്ന പടമാണ് കൊടുത്തിരുന്നത്. നാളത്തെ പ്രോഗ്രാമിൻ്റെ ഡിസ്പ്ലേ കാർഡ് ഞാൻ പലർക്കും അയക്കുന്ന കൂട്ടത്തിൽ, അക്കാലത്ത് ഞാൻ എല്ലാവർക്കും അയക്കുമായിരുന്നു വാട്സാപ്പിലൂടെ. പ്രമീള ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ആ കാർഡ് കണ്ട അവർ കോപാകുലയായി. സിന്ധുവിനെ വിളിച്ച് കുറേ ശകാരിച്ചു. ഈ പ്രോഗ്രാം നാളെ വിടരുതെന്ന് ദിനേശിനോട് പറയാനും ചട്ടം കെട്ടി. ഞാൻ പുറത്തോടെ പോയിരിക്കുകയായിരുന്നു. വന്നപ്പോൾ ഞാനിത് അറിഞ്ഞപ്പോൾ സത്യത്തിൽ നന്നായിട്ട് വേദനിച്ചു. പ്രമീള ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വേദനിച്ചു. പത്രപ്രവർത്തന രംഗത്ത് ഒരു മാനസ ഗുരുവായി ഞാൻ കാണുന്ന മനുഷ്യനെ ഞാൻ മോശമായി എന്തെങ്കിലും പറയുമോ എന്ന് പോലും അവർ ചിന്തിച്ചില്ല. അതുപോലും ചിന്തിക്കാതെ അവർ മോശം വാക്കുകൾ പറഞ്ഞ് വല്ലാതെ എന്നെ നോവിച്ചു. പിറ്റേന്ന് പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ അപരിചിതനായ ഒരാൾ എന്നെ വിളിച്ചു. ഇന്നലെ നിങ്ങളെ വിളിച്ച് 4 നല്ല തെറി പറയണം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പ്രമീളയുടെ കയ്യിൽ നിന്നും ഞാൻ നിങ്ങളുടെ നമ്പരും വാങ്ങിയിരുന്നു. എന്തോ വിളിക്കാൻ തോന്നിയില്ല. ഇന്ന് പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ താങ്കളോട് സോറി പറയുന്നു.
വൈപ്പനെക്കുറിച്ച് നിങ്ങൾ നല്ലൊരു പ്രോഗ്രാമാണ് ചെയ്തത്. ഞാൻ പ്രമീളയുടെ സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം കരുതിയത് ഈ മദ്രാസിലെ ചട്ടമ്പി വാരെന്ന് പറഞ്ഞത് മധുവൈപ്പനെ ചട്ടമ്പിയാക്കി എഴുതുന്നതാണ് അവർ തെറ്റിദ്ധരിച്ചത്. അതിനുശേഷം വൈപ്പനയെ ഞാനോ സിന്ധുവോ വീട്ടിൽ പോയി കണ്ടിട്ടേ ഇല്ല. ഒരു നാൾ അദ്ദേഹം പോയി എന്ന വാർത്ത അറിഞ്ഞു. വീട്ടിൽ പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം നമ്മളെ തെറ്റിദ്ധരിച്ച പ്രമീള ചേച്ചിയുടെ മുന്നിൽ പോകണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ നേരെ ശാന്തി കവാടത്തിലേക്ക് പോയി. 12 മണിക്കാണ് അടക്കം വെച്ചിരുന്നത്. ഞാനൊരു 11:30 മണിയായപ്പോൾ എത്തി. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ 12:30 1 മണിയൊക്കെ ആവും, അതെനിക്കറിയാം. പക്ഷേ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹത്തെ അഗ്നിക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇലക്ട്രിക് ശ്മശാനത്തിൽ ഇട്ട് കൊടുത്തിട്ട് ദീപക്കും കുറച്ച് 6-7 ബന്ധുക്കളും കൂടി തിരിഞ്ഞ് നടന്നു വരുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ചെന്ന വാക്കിലെ അയാൾ പറഞ്ഞു, ദീപക് പറഞ്ഞു, അല്ല അമ്മ പറഞ്ഞിരുന്നു കേട്ടോ താങ്കളെ വിളിച്ച് പറയണമെന്ന് അച്ഛൻ മരിച്ചത്. തിരക്കിനിടയിൽ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഞാൻ അറിഞ്ഞല്ലോ. അതുപോലെ ഇവിടെ ഇപ്പോൾ ഒരു അബദ്ധം പറ്റി. നമ്മൾ 12 മണിയെന്നാണ് വച്ചിരുന്നത്. പക്ഷേ വരാനൊന്നും അധികം ആരും ഇല്ലല്ലോ. കാരണം അദ്ദേഹം ശക്തനായ സിനിമാക്കാരനായതുകൊണ്ട് സിനിമാ രംഗത്തുള്ള ഒരാൾക്കും അദ്ദേഹത്തെ താല്പര്യമില്ലല്ലോ. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന സിനിമാ മംഗളത്തിൻ്റെ മാനേജ്മെൻറ്റിന് പോലും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അന്വേഷിച്ച് വരാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞ് 11 മണിക്ക് കൊണ്ടൊന്ന് അടക്കി. അങ്ങനെ അവസാനമായി മധുസാറിനെ കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കുറേ നേരം സംസാരിച്ചു. യാദൃച്ഛ്യമായിട്ടാണ് ദീപക് അമേരിക്കയിൽ നിന്ന് വന്നത്. ആരുടെ ബന്ധുവിൻ്റെ, ഭാര്യയുടെ ബന്ധുവിൻ്റെ ആരുടെ കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. അയാൾ ഇവിടെ നിന്നു. അതുകൊണ്ട് അവസാനമായി അച്ഛനെ അടക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ കർമ്മങ്ങൾ ഒന്നുമില്ല. കാരണം തേങ്ങ ഉടക്കലും എന്തോ കല ഉടക്കലും സഞ്ചയനും അസ്ഥി പറക്കിക്കൊണ്ട് നടക്കലും അതൊന്നുമില്ല. കാരണം അതൊന്നും മധുസാർ അംഗീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവസാനമായി നിശ്ചലായി കിടക്കുന്ന മധുസാറിനെ കാണാൻ പറ്റിയില്ല. കാണാതിരുന്നത് നന്നായി എന്ന് ഞാനും പറയും. കാരണം ഇപ്പോഴും എനിക്ക് മധുസാറിൻ്റെ മുഖം മനസ്സിലുണ്ടല്ലോ. ഇങ്ങനെ പറയുകയാണെങ്കിൽ സിനിമാമംഗളത്തിൻ്റെ മദ്രാസ് ലേഖകനായിരുന്ന CN കൃഷ്ണൻകുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ഗാന്ധി ഭവനിലാക്കിയല്ലോ. അവിടെ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണാൻ ചെന്ന രംഗം എന്നെ മനസ്സിലായില്ല. ആദ്യം ഒരുപാട് എന്തൊക്കെയോ കാട് കയറിയൊക്കെ എന്നോട് സംസാരിച്ചു. ഞാൻ അപ്പോഴെനിക്ക് മനസ്സിലായി എന്നെ മനസ്സിലായില്ല എന്ന് പുള്ളിക്ക്. എന്നെ ഇവിടെ കൊണ്ടിട്ടിട്ട് പുകളഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് അയാളെ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറയണമെന്നൊക്കെ പറഞ്ഞു. എന്നെയാണ് പറയണത്, ഞാനല്ലേ കൊണ്ടാക്കിയത്. ഇതുപോലെ മരണത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ എൻ്റെ JS സാർ അടക്കം ഒരുപാട് പേരുടെ മുഹൂർത്തങ്ങൾ, മരണമുഹൂർത്തങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ മണ്ണാറക്കയം ബേബിയെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും മധുവൈപ്പനെക്കുറിച്ചും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെക്കുറിച്ച് ഇനിയൊരു എപ്പിസോഡ് ഇനിയൊരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാമായിരുന്ന എൻ്റെ അമ്മയ്ക്കും മണ്ണാറക്കയം ബേബിക്കും മധുവൈപ്പനയ്ക്കും മോക്ഷം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുണ്യാത്മാക്കൾക്ക് അവിടെ പരലോകത്ത് സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.